Hi friends, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യയിലെ നദികളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉപദ്വീപീയ നദികളും അതുപോലെ തന്നെ തടാകങ്ങളും ഡാമുകളും ഒക്കെ ചർച്ച ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഹിമാലയൻ നദികളാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം, അത് അറിയാലോ നിങ്ങൾക്ക്, അത് ചെയ്തോളൂ നിങ്ങൾ. ഞാൻ പറയാൻ വന്നത്, നമ്മളൊരു മത്സരം നടത്തിയിരുന്നു. അതിന്റെ ആൻസർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ വീഡിയോ നിങ്ങൾ പിന്നീട് കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഹിമാലയൻ നദികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഈ മൂന്ന് നദികളാണ് പ്രധാനമായിട്ടും നമ്മൾ ഹിമാലയൻ നദികൾ എന്നുള്ള ഹെഡിങ് നമുക്ക് പഠിക്കാനുള്ളത്. എന്നാൽ ആ നദികൾ ഏതൊക്കെയാണെന്നോ അതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു നമ്മുടെ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്നുള്ള പാഠപുസ്തകത്തിൽ നിന്നുള്ള ഫീറാണ് ഈ കാണുന്നു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ 3 നദികൾ, ഈ കാണുന്നത് ഇത് ഗംഗയാണ്, ഈ കാണുന്ന നമ്മുടെ സിന്ധു നദിയാണ്, ഇവിടെ കാണുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണ്. ഓക്കെ, അപ്പൊ ആ 3 നദികൾ ഏതൊക്കെയാണെന്നും എവിടെയൊക്കെയാണെന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ഓരോ നദികളുടെയും പോഷക നദികളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം സിന്ധു നദി നോക്കാം. ആ പച്ച കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന സിന്ധു നദിയാണ്. സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് വായിക്കേണ്ടതാ. ഛലമുണ്ട്, ചിനാബുണ്ട്, രവി, ബിയാസ്, സത്ലജ്. അപ്പൊ ഛലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, ഇത്രയുമാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. അപ്പൊ സിന്ധുവിന്റെ പോഷക നദികൾ പഠിക്കുക: ഛലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, നമ്മൾ നേരെ ഗംഗാ നദിയിലേക്ക് വരികയാണ്. ഗംഗാ നദിയുടെ പോഷക നദികൾ. ഗംഗാ നദി പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നതാണ് ഗംഗാ നദി. ഇവിടെ ഞാൻ ഇവിടം വരെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇതിനുശേഷം ഗംഗാ നദി 2ആയിട്ട് പിരിഞ്ഞിട്ടാണ് പോവുക. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഞാൻ ഈ പറയുന്ന ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ വരും. എങ്കിലും നമുക്ക് പ്രധാനമായിട്ടും ഗംഗയുടെ പ്രധാന പോഷക നദികൾ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഈ കാണുന്ന യമുനയാണ്. ഓക്കെ, ഗംഗയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന യമുനയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി. ഇനി ആ യമുനയിലേക്ക് വന്ന് പതിക്കുന്ന മറ്റു ചില നദികളുണ്ട്, അതും കൂടെ നോക്കുക. അതായത് യമുനയുടെ പോഷക നദികൾ നോക്കുക. അത് നോക്കുക. ഒന്ന് ചമ്പൽ, അടുത്ത ബെത്വ, കെന്നുണ്ട്. ദെൻ മറ്റൊരു നദി, ഇതിന്റെ പേര് ടോൺസ് എന്നാണ്. അപ്പൊ ചമ്പൽ, ബെത്വ, കെന്ന്, ടോൺസ്, ഇത്രയും നദികളാണ് യമുനയുടെ പോഷക നദികൾ. ദെൻ ഈ സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ ഗംഗയിലേക്ക് വന്ന് എത്തിച്ചേരുന്ന മറ്റൊരു നദിയാണ് ഇത് സോൺ. അപ്പോൾ ഉപദ്വീപീയ മേഖലയിൽ നിന്നുകൊണ്ട് ഗംഗയിലേക്ക് എത്തുന്ന ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ചാൽ ചമ്പൽ, ബെത്വ, കെന്ന്, സോൺ ഉണ്ട്. ദെൻ മറ്റൊരെണ്ണം പറഞ്ഞാൽ ടോൺസ് ഉണ്ട്. ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ നദി തന്നെ അറിയാം. അതിനുശേഷം ഗംഗയുടെ മറ്റ് പോഷക നദികൾ നോക്കുക. മേളിൽ നിന്ന് റൈറ്റ് സൈഡിൽ, അല്ലെങ്കിൽ എന്താ പറയുക, വടക്ക് ഭാഗത്ത് നിന്നും വരുന്ന പോഷക നദികൾ ഗോമതി, ഘാഗ്ര, ഖണ്ഡക്, കോസി. ഘാഗ്ര, ഗോമതി, ഖണ്ഡക്, കോസി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? ഘാഗ്ര, ഗോമതി, ഖണ്ഡക്, കോസി. ഇതൊക്കെയാണ് ആരുടേത്? നമ്മുടെ ഗംഗയുടെ പോഷക നദികൾ. ക്ലിയർ ആണ്? ഇനി നമ്മൾ നേരെ നമ്മുടെ ബ്രഹ്മപുത്രയിലേക്ക് പോവുകയാണ്. ബ്രഹ്മപുത്ര നദി നോക്കുക. ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുക. ഉത്ഭവസ്ഥാനമൊക്കെ നമുക്ക് പുറകെ ചർച്ച ചെയ്യാം. ഇവിടെ നിന്ന് ഉത്ഭവിച്ചത് ഇത്രയും ഭാഗം നമ്മുടെ ടിബറ്റാണ്. ടിബറ്റിൽ നിന്നിട്ട് നമ്മുടെ അരുണാചൽ പ്രദേശിലേക്ക് വളഞ്ഞു കയറും. ആ വളഞ്ഞു കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ബംഗ്ലാദേശിലൂടെ കയറിയാണ് നമ്മുടെ ിലേക്ക് എത്തുക. അതിനു മുമ്പായിട്ടവൻ നമ്മുടെ നേരത്തെ പറഞ്ഞ ഗംഗയുടെ ഒരു കൈവഴിയുമായിട്ടൊക്കെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എങ്കിലും നമ്മളിപ്പോൾ ആദ്യം ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ എന്ന് പറഞ്ഞു പോവുകയാണ്. അതൊക്കെയാണ് അതാ സുബൻസിരി ഉണ്ട്, ലോഹിത് ഉണ്ട്, മനസ് ഉണ്ട്, തീസ്തി ഉണ്ട്. സുബൻസിരി എന്നൂടെ വായിക്കാം. സുബൻസിരി, ലോഹിത്, മനസ്, തീസ്ത, ഇത്രയും നദികളാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ നദികൾ എവിടെയൊക്കെ കൂടെയാണ് പോകുന്ന ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. സോ ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഏകദേശം എല്ലാം ഒക്കെ തന്നെ നമ്മൾ സ്ഥിരം കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് എല്ലാം എല്ലാവർക്കും കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ആദ്യ ചോദ്യത്തിലേക്ക് പോകണം. ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെ? അല്ലെങ്കിൽ ഹിമാലയ ഭാഗം അറിയപ്പെടുന്ന പേരെന്ത്? ഇപ്പൊ ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലുള്ള ഹിമാലയം അറിയപ്പെടുന്ന പേരാണ് അസാം ഹിമാലയം. അപ്പൊ ഹിമാലയത്തെ നമ്മള് ആ ഹിമാലയത്തെ മുറിച്ചു കിടക്കുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഈ ഹിമാലയം എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലാണ് കിടക്കുക. ഇതിനിടക്ക് വരുന്ന നദികളെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഹിമാലയത്തെ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ച് നോക്കുക. ഇവിടെ ഞാനൊരു ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചങ്ങ് വിട്ടാൽ മതി. പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം, ഇത്രയും രീതിയിലാണ്. ഇതും ഇവിടെ ഒരു ഹിമാലയം ഒന്നുണ്ട് കേട്ടോ. ഇത്രയും രീതിയിലാണ് നമ്മൾ ഹിമാലയത്തെ 4ആയിട്ട് ഭാഗിച്ചിട്ടുള്ളത്. അതിൽ സിന്ധു നദി മുതൽ സത്ലജ് നദി വരെ പഞ്ചാബ് ഹിമാലയമാണ്.
സത്ലജ് മുതൽ കാളി വരെ കുമയൂൺ ഹിമാലയമാണ്. കാളി മുതൽ ടീസ്റ്റ് വരെ നേപ്പാൾ ഹിമാലയവും ടീസ്റ്റ് മുതൽ ബ്രഹ്മപുത്ര വരെ ആസാം ഹിമാലയവും. ഓക്കെ, ഇത് ജസ്റ്റ് കാണപ്പെടാൻ പഠിക്കുക, കൂടുതലൊന്നുമില്ല. ഇതിൽ അത്യാവശ്യം മാപ്പിനെ പറ്റി ഒരു ഏകദേശ ധാരണയുള്ള ആൾക്കാർക്ക്, ഈ നദികളൊക്കെ എവിടെയൊക്കെയാണുള്ളതെന്ന് ഏകദേശ ധാരണയുള്ളവർക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും, പെട്ടെന്ന് ആൻസർ മറിക്കാൻ സാധിക്കും. സോ നമുക്ക് എന്തായാലും ആൻസർ ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ടീസ്റ്റ ബ്രഹ്മപുത്രക്കിടയിലാണ് എന്ത് ആസാം ഹിമാലയം എന്നുള്ളത്. നമ്മുടെ ചോദ്യം ആസാം ഹിമാലയമാണ്. ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിൽ ആസാം ഹിമാലയമാണ്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നഗരമാണ് യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യാത്തത്? യമുനയുടെ തീരത്തല്ലാത്ത എന്നാണ് ചോദ്യം. സോ നമുക്ക് ആദ്യം ഓപ്ഷനുകളൊക്കെ നോക്കാം. ഹരിദ്വാര, മധുര, ആഗ്ര, ഡൽഹി. ഇതില് മധുര, ആഗ്ര, ഡൽഹി ഇത് മൂന്നും യമുനയുടെ തീരത്താണ്. നമ്മളോട് യമുനയുടെ തീരത്തല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഹരിദ്വാറാണ്. ഹരിദ്വാർ ഗംഗയുടെ തീരത്താണ്. ഹരിദ്വാർ ഗംഗയുടെ തീരത്താണ്. ഗംഗയുടെ തീരത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട പട്ടണങ്ങൾ പറയാനാണെങ്കിൽ ഹരിദ്വാർ ഉണ്ട്, ദെൻ കാൺപൂർ ഉണ്ട്, കാൺപൂർ, അലഹബാദ്, ദെൻ നമ്മുടെ ഋഷികേശ് ഉണ്ട്, ഋഷികേശ്, പാട്ന ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കുറെ നഗരങ്ങൾ നമ്മുടെ ഗംഗയുടെ തീരത്തുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അടുത്തേക്ക് നമുക്ക് പോവാം. സിന്ധുവിന്റെ പോഷക നദി അല്ലാത്ത ഏത്? സിന്ധുവിന്റെ പോഷക നദികൾ നമ്മൾ പറഞ്ഞിരുന്നു, ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയ, സത്ലജ്. ഇത്രയുമാണ് സിന്ധുവിന്റെ പോഷക നദികൾ. അതല്ലാതെ ഇവിടെ ഉള്ള ആരാണെന്ന് നോക്കുക, യമുനയാണ്. യമുന എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദിയാണ്. ഗംഗയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്നതും ഗംഗയുടെ ഏറ്റവും നീളം കൂടിയതുമായ പോഷക നദിയാണ് ഏത്? യമുന എന്ന് പറയുന്നത് നമുക്കറിയാം. അടുത്ത അയോധ്യ നഗരം ഏത് നദിയുടെ തീരത്താണ്? അയോധ്യ നഗരം എന്ന് പറയുന്നത് സരയൂ നദിയുടെ തീരത്താണ്. അയോധ്യ നഗരം സരയൂ നദിയുടെ തീരത്താണ്. ആക്ച്വലി ഈ പറയുന്ന സരയൂ നദി എന്ന് പറയുന്നത് ശാരദാ റിവർ എന്ന് പറയുന്ന മറ്റൊരു നദിയുടെ പോഷക നദിയാണ്. ഇതാണ് ശാരദാ റിവർ. ഈ ശാരദാ റിവർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വായിച്ച ഘാഗ്ര റിവറിലെ ഘാഗ്ര ഗോമതി കാണ്ടക്കോസി പറഞ്ഞില്ലേ, ഘാഗ്ര നദിയിലെ ആ ഘാഗ്ര നദിയിലേക്ക് വന്ന് പതിക്കുന്ന ഒരു നദിയാണിത് ശാരദാ നദി. എന്നിട്ട് ഈ ഘാഗ്ര ഇങ്ങോട്ട് പോകും. ഘാഗ്ര നമ്മുടെ ഗംഗയുടെ ഒരു പോഷക നദിയാണെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ചില ബുക്കുകളിൽ ഈ സരയു തന്നെയാണ് എന്തെന്നും കാണാറുണ്ട്, ഘാഗ്ര എന്നൊക്കെ കാണാറുണ്ട്. അപ്പൊ സംഗതി ഇതാണ്, ഘാഗ്രയുടെ ഒരു പോഷക നദിയായ ശാരദയുടെ പോഷക നദിയാണ് ഇത് സരയു എന്ന് പറയുന്നത് കേട്ടോ. അന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ അത്ര ഡീപ്പായിട്ടൊന്നും മനസ്സിലാക്കണമെന്നില്ല. എങ്കിലും നമുക്ക് ഇവിടെ വരുന്ന ചോദ്യം ഇതൊക്കെ തന്നെയുള്ളൂ. അയോധ്യ നഗരം ഏത് നദിയുടെ തീരത്താന്ന് ചോദിച്ചാൽ ഏതാണ്? സരയുവിന്റെ തീരത്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്ത ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര്. ഈ ബ്രഹ്മപുത്ര നദിക്ക് പലയിടത്തും പല പേരുകളുണ്ടല്ലോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഈ ബ്രഹ്മപുത്ര നദി ഉത്ഭവിച്ചിട്ട് ആദ്യം ടിബറ്റിലൂടെയാണ് പുള്ളി പോവുക. ടിബറ്റിലൂടെ പോകുമ്പോൾ അവനെ വിളിക്കുന്ന പേരാണെന്ത്? സാങ്പോ എന്ന് വിളിക്കുക. ടിബറ്റിലൂടെ പോകുമ്പോൾ അവനെ സാങ്പോ എന്ന് വിളിക്കും. അങ്ങനെ ടിബറ്റിലൂടെ പോകുന്ന ഈ ബ്രഹ്മപുത്ര നദി നമ്മുടെ അരുണാചൽ പ്രദേശിലേക്ക് വളഞ്ഞിട്ട് യൂട്ടേൺ എടുത്ത് അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർവ്വതമുണ്ട്, നംച പർവ്വതം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന നദി വളഞ്ഞ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അരുണാചൽ പ്രദേശ് വെച്ചിട്ടാണ്. അരുണാചൽ പ്രദേശില് ഇവന് മറ്റൊരു പേരുണ്ട്, അതാണ് ഡിഹാങ്. ഡിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്നറിയപ്പെടുന്നു. ഡിഹാങ് എന്നും സിയാങ് എന്നൊക്കെ അറിയപ്പെടുന്ന അരുണാചൽ പ്രദേശാണ്. പിന്നെ ആസാമിലേക്ക് കയറി കഴിയുമ്പോൾ അവന് മറ്റൊരു പേരുണ്ട്, അതാണ് എന്ത്? അതാണ് ദിബാങ് എന്ന് വിളിക്കുന്നത്. ദിബാങ്. ആസാമിലെ അവന്റെ പേര് ദിബാങ് എന്നാണ്. then അവിടുന്ന് നേരെ നമ്മുടെ ബംഗ്ലാദേശിലേക്ക് കയറി കഴിയുമ്പോൾ അവന്റെ പേര് മാറും. ബംഗ്ലാദേശിൽ അവന്റെ പേര് ജമുന എന്നാണ്. ജമുന എന്നാണ് പേര്. ഈ ബംഗ്ലാദേശിൽ ഇവൻ ജമുന എന്ന പേരിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗംഗാ നദി ഇവിടുന്ന് വരുന്നുണ്ടല്ലേ. ആ ഗംഗാ നദി രണ്ടായിട്ട് പിരിഞ്ഞ് ഒരെണ്ണം നമ്മുടെ ഹൂഗ്ലി റിവർ എന്ന് പറയുന്ന പേരിൽ നമ്മുടെ കൊൽക്കത്തയുടെ സൈഡിൽ കൂടെ പോകും. മറ്റൊരു നദി ഇവിടെ നേരെ ഇങ്ങോട്ട് ഇങ്ങനെ കയറി വന്നിട്ട് അതിലേക്ക് ഇവൻ വന്ന് പതിയും. അങ്ങനെ ഒന്നുകൂടെ വരയ്ക്കട്ടെ. ഗംഗാ നദി ഇങ്ങനെ ഒരു പോർഷൻ ഇങ്ങനെ വരുന്നു, ഒരു പോർഷൻ ഇങ്ങനെ വരുന്നു. ഈ താഴത്തേക്ക് പോകുന്നതാണ് ഇത്. ഈ പോകുന്നത് ഹൂഗ്ലിയാണ്. എന്നാൽ റൈറ്റ് സൈഡിൽ ഇതാ ഇങ്ങോട്ട് പോകുന്ന ഈ ഒരു പോർഷനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അതിനെ വിളിക്കുന്നത് ഇത്രയും ഭാഗം മാത്രമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പത്മ എന്ന് വിളിക്കും. ഇതാണ് പത്മ. അതേസമയത്ത് അതിനുശേഷം ഈ പറയുന്ന ജമുനയും ഈ പറയുന്ന പത്മയും കൂടെ ചേർന്നിട്ട് മറ്റൊരു പേരിലാണ് താഴത്തേക്ക് ഒഴുകുക. ആ താഴത്തേക്ക് ഒഴുകുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? അതാണ് മേഘ്ന എന്ന് വിളിക്കും. ഇതാണ് മേഘ്ന. ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഗംഗാ നദി, ഈ ഗംഗയുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. ഗംഗാ നദി നമ്മുടെ എന്താ പറയുക, ഈ ഒരു പോർഷന്റെ പേരുണ്ട്, അതാണ് ഫറാക്ക എന്ന് പറയുന്ന സ്ഥലമാണ്. ആ ഫറാക്കയിൽ വെച്ചിട്ട് ഒരു പോർഷൻ നേരെ കൊൽക്കത്തയുടെ ഭാഗത്തോട് കയറി നമ്മുടെ ഹൂഗ്ലി റിവർ എന്ന പേരിൽ ഇന്ത്യക്കുള്ളിലേക്ക് തന്നെ വരുന്നു. അതേസമയത്ത് മറ്റൊരു പോർഷൻ പത്മ എന്ന പേരിൽ ബംഗ്ലാദേശിലേക്ക് ചോദിക്കാറുണ്ട്. പത്മ, ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേരാണെന്ത്? പത്മ. ആ പത്മ നേരെ ഒഴുകി പോകാൻ നേരത്ത് നമ്മുടെ സാങ്പോ എന്ത് ചെയ്യുന്നുണ്ട്? സാങ്പോ ടിബറ്റിൽ കൂടെ കയറി അരുണാചൽ പ്രദേശിൽ ഡിഹാങ്ങും സിയാങ്ങുമായിട്ട് ആസാമിൽ വന്നിട്ട് ദിബാങ് ആയിട്ട്
ദെൻ അവിടുന്ന് ബംഗ്ലാദേശിൽ ജമുനയായിട്ട് വരും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി നമ്മുടെ ബംഗ്ലാദേശിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആരായിട്ട് മാറുന്നു? മേഘനയായിട്ട് മാറുന്നു. ഓർത്ത് വെച്ചേക്കുക. ദെൻ ഇവിടെ മറ്റൊരാളെ കൂടെ പറഞ്ഞേക്കാം. ഈ ഹൂഗ്ലി റിവറിലേക്ക് വന്ന് പതിക്കുന്ന മറ്റൊരു നദിയുണ്ട്. അതാണ് ആര്? നമ്മുടെ ദാമോദർ കേട്ടോ. ദാമോദർ ഹൂഗ്ലിയിലേക്ക് വന്ന് പതിക്കുന്ന മറ്റൊരു നദിയാണിത്, ദാമോദർ നദി എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അതോടെ നമുക്ക് ചെറുതാക്കി വെച്ചേക്കാം. ഇൻ കേസ് നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണ്? ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര്. ടിബറ്റിൽ എന്ത് പേര് അറിയപ്പെടുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു സാങ്പോ എന്ന പേരിലാണ് ടിബറ്റിൽ അറിയപ്പെടുന്നത്. അടുത്തത് ഗംഗാ നദിയുടെ പോഷക നദികൾ പെടാത്തത്, ഗംഗയുടെ പോഷക നദികൾ വരാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ആരൊക്കെയുള്ളത്? ഗോമതി, കോസി, കെൻ, ലോഹിത്. ഇതില് ലോഹിത് ആണ്. ലോഹിത് അല്ലെങ്കിൽ ലോഹിത് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ നദി ഏത് തന്നെയാണ്? നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ഇത് ലോഹിത് എന്ന് പറയുന്ന നദി. അടുത്ത ഇന്ത്യയിലെ ഒരു നദിയുടെ 5 പോഷക നദികൾ ചേർന്നാണ് പഞ്ചാബിന് ആ പേര് നൽകിയിട്ടുള്ളത്. പഞ്ചാബിന് പേര് കിട്ടിയിട്ടുള്ള ഏത് നദികളിൽ നിന്നാണെന്നാണ് ചോദ്യം. പഞ്ചാബിന് പേര് കിട്ടിയിട്ടുള്ള സിന്ധുവിന്റെയും അതിന്റെ പോഷക നദികളിൽ നിന്നാണ്. ഇതൊക്കെയാണ് ചലം, ചിനാബ്, രവി, ബിയ, സത്ലജ് എന്ന് പറയുന്ന 5 പോഷക നദികൾ ചേർന്നിട്ടാണ്, സിന്ധുവിന്റെ 5 പോഷക നദികൾ ചേർന്നിട്ടാണ് പഞ്ചാബിന് ആ പേര് കൊടുത്തത്. 5 നദികളുടെ നാടെന്നറിയപ്പെടുന്ന പഞ്ചാബാണ് അല്ലെ, ചലം, ചിനാബ്, രവി, ബിയ, സത്ലജ്. അതിനോടൊപ്പം ചലം, ചിനാബ്, രവി, ബിയ, സത്ലജിനോടൊപ്പം അത് ഏത് നദിയുടെ പോഷക നദിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? 5 പോഷക നദിയിൽ ചേർന്നാണ്. അത് ഏത് നദിയിൽ നിന്നാണെന്ന് നോക്കാം. ഇപ്പൊ സിന്ധുവിന്റെ പോഷക നദിയാണ്. അപ്പൊ സിന്ധുവിന്റെ 5 പോഷക നദികളും ആരൊക്കെ? ചലം, ചിനാബ്, രവി, ബിയ, സത്ലജ്. ദെൻ അതിനോടൊപ്പം തന്നെ സരസ്വതി. ഇപ്പൊ മൊത്തം എത്ര? 5 7 നദികളായല്ലോ. ആ 7 നദികളെ ചേർത്തിട്ടാണ് നമ്മൾ സപ്ത സിന്ധു എന്ന് വിളിക്കാറ് കേട്ടോ. സപ്ത സിന്ധു എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന 7 നദികളാണെന്ന് കൂടെ ഒന്ന് ഓർത്ത് വെച്ച്. ഓക്കെ, അടുത്തത് താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? എല്ലാവർക്കും അറിയാം, താജ്മഹൽ യമുനയുടെ തീരത്താണ്. താജ്മഹൽ അതായത് ആഗ്ര എന്ന് പറയുന്ന യമുനയുടെ തീരത്താണ്. മധുരയുടെ നമ്മൾ നേരത്തെ ഒരു മധുര പറഞ്ഞിരുന്നു, ഞാനതിവിടെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. മധുര ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. ഈ മധുര തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ വൈഗ നദിയുടെ തീരത്താണ് ഈ മധുര. അതേസമയത്ത് ഇത് ഏതാണ്? ഇത് നമ്മുടെ ആഗ്ര എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ യമുന നദിയുടെ തീരത്തുള്ളതാണ് ഇത് ഈ മധുര കേട്ടോ. ഓക്കെ, അടുത്തത് താഴെ പറയുന്നതിൽ സിന്ധുവിന്റെ പോഷക നദി അല്ലാത്തത്. സിന്ധുവിന്റെ പോഷക നദികൾ നമ്മൾ ആൾറെഡി പറഞ്ഞു, ചലം, ചിനാബ്, രവി, ബിയ, സത്ലജ് ആണ്. അതല്ലാത്തത് ഏതാണെന്ന ചോദ്യം. ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? ചലം, ചിനാബ്, രവി, ബിയ, സത്ലജ് അല്ലാത്തത് കോസിയാണ്. ഓക്കെ, കോസി എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ആഗ്ര നഗരം സ്ഥിതി ചെയ്യുന്ന ഏത് നദിയുടെ തീരത്താണ്? നമ്മൾ പറഞ്ഞു യമുന നദിയുടെ തീരത്താണ് ആഗ്ര നദി അല്ലെ. ആഗ്രയും നമ്മുടെ ഡൽഹിയും ഒക്കെ യമുന നദിയുടെ തീരത്താണ്. താജ്മഹൽ യമുനയുടെ തീരത്താണ്. ഹിമാലയൻ നദികൾ ഉൾപ്പെടാത്തത്. ഹിമാലയൻ നദികൾ ആരൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് നമ്മൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ വരാത്ത എന്നാണ് ചോദ്യം. ഇവിടെ നമ്മുടെ കാവേരി ഉണ്ട്. ഇവിടെ സത്ലജ് എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി പറഞ്ഞു. ചലം, ചിനാബ്, രവി, ബിയ, സത്ലജ് എന്ന് പറയുന്നത് സിന്ധുവിന്റെ പോഷക നദിയാണ്. അതുകൊണ്ട് തന്നെ അതും ഹിമാലയൻ നദിയാണ്. കാവേരി എന്ന് പറയുന്നത് ഒരു ഉപദ്വീപീയ നദിയാണ്, നമുക്കറിയാം. ഓക്കെ, അടുത്തത് ഉപദ്വീപീയ നദികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നമ്മൾ ചർച്ച ചെയ്തതാണ്. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. മേളിൽ ലിങ്ക് ഉണ്ട്, കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ട് കേട്ടോ. അടുത്ത പഞ്ചാബിലൂടെ ഒഴുകാത്ത നദി. പഞ്ചാബിലൂടെ ഒഴുകുന്ന നദികളായിരിക്കാം ചലം, ചിനാബ്, രവി, ബിയ, സത്ലജ്, സിന്ധു. ഇത്തരം നദികളാണ് പഞ്ചാബിലൂടെ ഒഴുകുന്നത്. അപ്പോൾ പഞ്ചാബിലൂടെ ഒഴുകാത്ത ഏതാണ്? ഇവിടെ ഉള്ളത് ഗംഗയാണ്. ബാക്കിയുള്ളതൊക്കെ ഈ രവിയും, ബിയാസും, സിന്ധു ഒക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. പഞ്ചാബിന്റെ കൂട്ടത്തിലുള്ളതാണ് നമുക്കറിയാം. അടുത്ത ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് കണ്ടെത്തുക. അപ്പൊ ഹിമാലയൻ പർവ്വത നിരയിൽ നിന്ന് ഉത്ഭവിക്കുകയും വേണം, ഇന്ത്യയിലൂടെ ഒഴുകുകയും വേണം. അതായത് ഹിമാലയൻ നദികളുടെ കൂട്ടത്തിൽ വരുന്ന ഏതാണെന്ന് കണ്ടെത്തേണ്ടത് ഏതാണ്? സിന്ധുവാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണെന്ന് നമുക്കറിയാം. അപ്പൊ സിന്ധുവാണ്. ഇവിടെ ബാക്കിയെല്ലാം ഉപദ്വീപീയ നദികളാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. എന്നാൽ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് സിന്ധുവാണ്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ആരാണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് കേട്ടോ. അടുത്ത ഗംഗയുമായി ബന്ധമില്ലാത്തത്. ഗംഗയുമായി ബന്ധമില്ലാത്തതെന്ന് ചോദിച്ചിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന മന്ദാകിനി, ഭഗീരഥി, അളകനന്ദ, സാങ്പോ. ആൻസർ സാങ്പോയാണ്. നമ്മൾ നേരത്തെ ഗംഗയുടെ പോഷക നദികളെ പറ്റി പറഞ്ഞപ്പോ മന്ദാകിനി, ഭഗീരഥി, അളകനന്ദ ഈ 3 പേരെ പറ്റി മിണ്ടിയിരുന്നില്ല. ആ പടത്തിൽ നമ്മൾ നേരത്തെ കണ്ട ഈ ഫിഗറിൽ ഇതിനെപ്പറ്റിയൊന്നും കണ്ടിരുന്നില്ല. എന്നാൽ ആ ആൾക്കാരൊക്കെ ഈ മന്ദാകിനി, ഭഗീരഥി, അളകനന്ദയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് കക്ഷികളാണ്. അപ്പൊ നമുക്ക് അവരെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് മനസ്സിലാക്കാം, ഭഗീരഥി എന്ന് പറയുന്ന നദിയാണ് ശരിക്കും ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹം എന്ന് പറയുന്ന കൂട്ടത്തിൽ വരുന്ന ആൾക്കാരാണ് ഭഗീരഥി, അളകനന്ദ, പിണ്ടാർ, മന്ദാകിനി പോലുള്ള ആൾക്കാര്. അപ്പൊ ഇതില് ഭഗീരഥി എന്ന റിവറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ.
ഈ ഭഗീരഥിയാണ് ശരിക്കും നമ്മുടെ എന്താ പറയാ ഗംഗയുടെ ഉത്ഭവ സ്ഥാനമായിട്ടുള്ള ഗോമുഖ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുണ്ടാകും. അപ്പൊ അത് വന്നിട്ട് ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലം, എവിടാണ്? ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആരുമായിട്ട് മീറ്റ് ചെയ്യും? അളകനന്ദയായിട്ട് മീറ്റ് ചെയ്യും. ആരാണ് ഈ നദി? ഏതാണ്? ഇത് അളകനന്ദ. ഇത് അളകനന്ദയാണ്. അളകനന്ദയുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അളകനന്ദ എവിടുന്നാ വരുന്നേ? അളകനന്ദ വരുന്നത് അളകാപുരിയിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് അളകാപുരിയിൽ നിന്നാണ് അളകനന്ദ വരുന്നത്. ഈ അളകനന്ദ വരുമ്പോൾ അത് ഒറ്റയ്ക്കല്ല വരുന്നത്. അളകനന്ദയുടെ കൂടെ മറ്റു ചില നദികളുണ്ട്. അതാരൊക്കെയാണ്? അതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ മന്ദാകിനി ഉണ്ടാകും, നേരത്തെ പറഞ്ഞ നമ്മുടെ പിണ്ഡാർ ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ധൗളി ഗംഗ ഉണ്ടാകും. ഓക്കെ, ആരൊക്കെയാണ്? മന്ദാകിനി ഉണ്ട്, മന്ദാകിനി, പിണ്ഡാർ, ധൗളി ഗംഗ. ഓക്കെ, അപ്പൊ ഇവരെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ദേവപ്രയാഗിൽ വന്ന് മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ആദ്യത്തെ നദി ഏതാണ്? ഇത് ഭഗീരഥിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു ഭഗീരഥിയാണിത്. ഭഗീരഥി. അപ്പൊ ആരൊക്കെയാണ് നോക്കി? ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, പിണ്ഡാർ, ധൗളി ഗംഗ. ഇത്രയും 5 പേര്, 1 2 3 4 5 പേരെയാണ് ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിളിക്കുക. ഇവരെ 5 പേരും കൂടി മീറ്റ് ചെയ്യുന്ന ഈ ദേവപ്രയാഗിന് ശേഷമാണ് ശരിക്കും ഇതിനെ എന്ത് പേര് വിളിക്കുക? ഗംഗ എന്ന് വിളിക്കുക. അതിനുശേഷമാണ് ഇതിലേക്ക് നമ്മുടെ യമുനയും ഘാഗ്ര, ഗോമതി, ഗണ്ഡക്, കോസിയും ചമ്പൽ, ബത്വ, കെന്ന, സോണു ഒക്കെ വന്ന് ഇതിലേക്ക് പതിക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇതിനടുത്തതിലേക്ക് പോകാം നമുക്ക്. ഗംഗയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര്, ഗംഗയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഗംഗയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പദ്മ എന്നാണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞേക്കാം അല്ലെ. നമ്മൾ നേരത്തെ വരച്ച ഫിഗറിന്റെ ബാക്കിയായിട്ട് ഗംഗയുടെ ബംഗ്ലാദേശിലെ കഥയും കൂടെ ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അപ്പം നേരത്തെ ക്ലിയർ ആകാത്തവരുണ്ടെങ്കിൽ ഗംഗയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുമ്പോൾ അതൊന്നുകൂടെ ക്ലിയർ ആകും. അപ്പോൾ മനസ്സിലാക്കുക. ഈ ഗംഗ നമ്മൾ നേരത്തെ വരച്ച ഗംഗ ഇവിടം വരെ വരുന്നു. ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ നമ്മൾ ഫറാക്ക എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ഫറാക്ക. ആ ഫറാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ ഗംഗ എന്ത് ചെയ്യുന്നു? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു പോർഷൻ നേരെ ഇന്ത്യയിലേക്ക് പോകുന്നു. ഇന്ത്യക്കുള്ളിലേക്ക്, ഇത്ര നേരം ഇന്ത്യയിൽ തന്നെയാണ് ഒഴുകിയത്. ഒരു പോർഷൻ ഇന്ത്യക്കുള്ളിലേക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് മാറി ഒഴുകുന്നു. അതിന്റെ പേരാണെന്ത്? ഹൂഗ്ലി എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് ഇത് ഹൂഗ്ലിയിലൂടെ. ഈ ഹൂഗ്ലിയുടെ തീരത്താണ് നമ്മുടെ കൊൽക്കത്ത പട്ടണമൊക്കെ വരുന്നത്. അതേസമയത്ത് മറ്റൊരു പോർഷൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് ഈ ഫറാക്കയിൽ വെച്ചിട്ട് നേരെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്നു? ബംഗ്ലാദേശിലേക്ക് പോകുന്നു. ആ ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കുക? പദ്മ എന്ന് വിളിക്കും. അപ്പൊ ഈ കാണുന്ന പദ്മയാണ്. എന്നാൽ ഈ പദ്മ കുറച്ചങ്ങോട്ട് പോയി കഴിയാൻ നേരത്ത് അവിടേക്ക് ഈ പദ്മയുടെ പുറത്തേക്ക് മറ്റൊരുത്തം വന്ന് കയറും. ആരാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ജമുനയാണ്. ആരാണ്? ജമുന. ഈ ജമുന ആരാണ് ശരിക്കും? ജമുന എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര തന്നെയാണ്. അപ്പൊ ഈ ജമുന വന്നിട്ട് ഈ പദ്മയുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ, ഓക്കെ, ഈ പദ്മയെ ഞാൻ ഇപ്പുറത്ത് എഴുതി വെക്കാം അല്ലെ. അപ്പൊ നോക്കി, ഇവിടെ ഇത്രയും ഭാഗം മാത്രമാണ് ഇവന് പദ്മ എന്ന് പേരുള്ളത്. ഓക്കെ, ഇത്രയും ഭാഗത്ത് മാത്രമാണ് ഇതിന് പദ്മ എന്ന് പേരുള്ളത്. ഇവിടെ വെച്ചിട്ട് പദ്മയും ജമുനയും തമ്മിൽ ചേരുന്നു. സോ അതുകൊണ്ട് ഇവന്റെ പേര് മാറും. അവന്റെ പേരെന്താണ്? ഇനി അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആളുടെ പേര് മാറുന്നു. അവന്റെ പേരാണെന്ത്? അത് നമ്മുടെ മേഘന എന്നാണ് അതിന്റെ പേര്, മേഘന. അപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി അല്ലെങ്കിൽ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുവെന്ന് കരുതപ്പെടുന്ന നദി ഏതാണെന്നാണ് എല്ലാവർക്കും അറിയാം. സരസ്വതി നദിയാണ്. ഏതാണ്? സരസ്വതി നദി. ഈ സരസ്വതി നദി നമ്മുടെ അലഹബാദിൽ വെച്ചിട്ട് ഗംഗയുമായി കൂടിച്ചേരുന്നത് ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അപ്പോ അലഹബാദിൽ എന്താ സംഭവം എന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അലഹബാദിൽ വെച്ചിട്ട് നമ്മുടെ ഗംഗ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതിലേക്ക് അലഹബാദിൽ വെച്ചിട്ട് ആര് വരുന്നുണ്ട്? യമുന, അതുപോലെ തന്നെ ഈ പറയുന്ന സരസ്വതി. ഓക്കെ, അപ്പൊ അലഹബാദിൽ വെച്ചിട്ട് ആരൊക്കെയാണ്? ഗംഗ, യമുന, സരസ്വതി. ഈ 3 പേര് വന്ന് കൂടിച്ചേരുന്ന ഒരു സ്ഥലം കൂടാണ് ഇത്. UP-യിലെ അലഹബാദ് നോക്കി വെച്ചേക്കുക. അവിടെയാണ് നമ്മൾ ഈ ത്രിവേണി സംഗമം എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ. അടുത്ത ചുവന്ന നദി, ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ആൻസർ പഠിക്കാതെ നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണ്. എന്നാൽ ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശാണ്. ചുവന്ന മലകളുടെ നാട് അരുണാചൽ പ്രദേശ്. അരുണം എന്ന് വെച്ചാൽ റെഡ് എന്നാണ്. അചലം എന്ന് വെച്ചാൽ ചലിക്കാത്ത, മല ചലിക്കാത്താണല്ലോ. അതുകൊണ്ടാണ് അരുണാചലം എന്നുള്ള വാക്ക് തന്നെ വരുന്നത്. നോക്കി, അപ്പൊ അരുണാചൽ പ്രദേശാണ് ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്നത്. എന്നാൽ ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ബ്രഹ്മപുത്രയാണ്. പിടിച്ചു വെച്ചേക്കണം. അടുത്ത, ഇന്ത്യയിലെ നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മാണത്തിലിരിക്കുന്നതാണ് ചോദ്യം. പഴയ ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിലിരിക്കുന്നതാണ് അവരുടെ ചോദ്യം. സോ നമുക്കിന്നറിയാം ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും നീളം കൂടിയ പാലം എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. അതാണ് നമ്മുടെ ധോലാസാദിയ എന്നൊക്കെ അറിയപ്പെടുന്ന പാലം അല്ലെ. ധോലാസാദിയ പാലമാണ്. നമ്മുടെ ബ്രഹ്മപുത്ര നദി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ
ലോഹിത് നദിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബ്രഹ്മപുത്ര, ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ്റെ അകത്ത് ബ്രഹ്മപുത്ര ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രഹ്മപുത്ര എന്ന് കൊടുക്കാം. ഇനി ഒരു പക്ഷേ സ്പെസിഫിക് ആയിട്ട് ലോഹിത് നദി എന്നുള്ളത് തന്നെ ആയിരിക്കും. ഈ പാലത്തിന്റെ മറ്റൊരു പേരാണെന്ത്? ധോലാ സതി എന്നുള്ളതിന് മറ്റൊരു പേരാണെന്ത്? ഭൂപൻ ഹസാരിക പാലം. ഭൂപൻ ഹസാരിക, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത തന്നിരിക്കുന്ന നദികൾ ഹിമാലയൻ നദികളിൽ പെടാത്ത ഏത്? നമുക്കറിയാം ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ്. അതല്ലാത്ത ഏതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഓക്കെ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നുള്ളത് മാത്രമേ ഇവിടെ ഓപ്ഷന്റെ താരക്കുള്ളത്. ഗോമതിയുണ്ട്, യമുനയുണ്ട്, കോസിയുണ്ട്, നർമ്മദയുണ്ട്. ഇതിന്റെ അകത്ത് നർമ്മദയാണ്. കാര്യം ഉപദ്വീപീയ നദികൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. ബാക്കിയുള്ളവരൊക്കെ പോഷക നദികളാണ്. നമ്മുടെ യമുനയുടെയൊക്കെ നമ്മുടെ ഗംഗയുടെയൊക്കെ പോഷക നദികളാണ് ഈ കൊടുത്തിരിക്കുന്ന ആൾക്കാർ. അവരും ഹിമാലയൻ നദികൾ തന്നെയാണ്. അടുത്ത കൊൽക്കത്ത പട്ടണം ഏത് നദിയുടെ തീരത്താണ്? നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു. കൊൽക്കത്ത പട്ടണം നമ്മുടെ ഗംഗാ നദിയുടെ ഒരു കൈവഴിയായ ഹൂഗ്ലി നദിയുടെ തീരത്താണ്. സോ ഇവിടെ നമുക്ക് ആൻസർ ഹൂഗ്ലി എന്ന് തന്നെ കൊടുക്കാം. കാരണം ഗംഗയെന്നും ഹൂഗ്ലി എന്നും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെ കൊടുക്കാം? ഗംഗ വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരെണ്ണമാണല്ലോ ഈ ഹൂഗ്ലി എന്ന് പറയുന്നത്. ആ ഹൂഗ്ലിയിലായതുകൊണ്ട് ഹൂഗ്ലി എന്ന് തന്നെ കൊടുക്കാം. ഇനി ഹൂഗ്ലി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാമായിരുന്നു? കുഴപ്പമില്ല, ഗംഗയെന്ന് കൊടുക്കാം. ഹൂഗ്ലി ഉള്ളത് കൊണ്ട് ഹൂഗ്ലി തന്നെ കൊടുക്കണം കേട്ടോ. ഈ ഹൂഗ്ലി നദീ തീരത്താണ് നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം എന്നുള്ളതാണ് കൊൽക്കത്തയാണ്. ഹൂഗ്ലി നദിയിലാണ് ഏത് നമ്മുടെ തുറമുഖം? കൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഹൂഗ്ലി നദീതീരത്താണ്. നമ്മൾ ഓർത്ത് വെച്ചേക്കണേ. ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പേര് കൊടുത്തിരിക്കുന്ന ഏത് തുറമുഖത്തിനാണ്? അത് നമ്മുടെ കൽക്കത്ത തുറമുഖത്തിനാണെന്നും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ടേക്ക്. അടുത്ത ഡൽഹി ഏത് നദീതീരത്താണ്? ഡൽഹി ആയിക്കോട്ടെ, ആഗ്ര ആയിക്കോട്ടെ, ഇതെല്ലാം എവിടെയാണ്? നമ്മുടെ യമുന നദിയുടെ തീരത്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഏത് നദിയുടെ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് എന്ന നദിയാണ്. ഇൻഡസ് എന്ന നദി ഏതാണ്? അത് നമ്മുടെ സിന്ധു നദിയാണെന്ന് നമുക്കറിയാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ സിന്ധു നദിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത കാർഗിൽ ഏത് നദിക്കരയിലാണ്? കാർഗിൽ ഏത് നദിയുടെ കരയിലാണെന്ന് ചോദിച്ചാൽ പഠിക്കുന്നത് സുരു നദിയുടെ തീരത്താണ്. നേരത്തെ നമ്മളൊരു സരയു പറഞ്ഞായിരുന്നു, അതേതാണ്? അത് അയോധ്യയാണ്. എന്നാൽ കാർഗിൽ സുരു നദിയുടെ തീരത്താണ്. ചലം നദിയുമായി ബന്ധപ്പെട്ട കാര്യം കണ്ടിട്ടേക്ക് നമ്മുടെ ശ്രീനഗർ. ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് ചലം നദിയുടെ തീരത്താണ്. കാർഗിൽ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ സുരു നദിയുടെ തീരത്താണ്. അയോധ്യ സരയു ആണെന്ന് ഓർത്തേക്കണം കേട്ടോ. അടുത്ത ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി. ഏറ്റവും നീളം കൂടിയ നദിയും ഏറ്റവും വലിയ നദി എന്നൊക്കെ പറയുമ്പോൾ അവിടെ മനസ്സിലാക്കുക ഏറ്റവും ജലസമ്പത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ ആരെ പറഞ്ഞോണം? അത് നമ്മുടെ ബ്രഹ്മപുത്രയാണ്. ഏറ്റവും ജലസമ്പത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണെന്ന് മനസ്സിലാക്കുക. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ വരുമ്പോൾ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? ഡിഹാങ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഡിഹാങ് എന്നും സിയാങ് എന്നൊക്കെ അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിലാണ്. അടുത്ത ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ബീഹാറിന്റെ ദുഃഖം ഏതാണ്? ബീഹാറിന്റെ ദുഃഖമെന്നോ ഇന്ത്യയുടെ ദുഃഖമെന്നോ വെച്ചാൽ ഏതാണ്? കോസിയാണ്. ബാക്കി ദുഃഖങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണ്. ഞാൻ ഇപ്പോൾ വേഗം അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദി ഏതാണ്? പൂർണ്ണമായി ഒഴുകുന്ന സിന്ധു നദിയുടെ പോഷക നദി. ഓക്കെ, നമുക്ക് ആ ഫിഗറിലേക്ക് തന്നെ പോവാം. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ പോഷക നദി. സിന്ധു എന്ന് പറയുന്ന ഈ നദിയാണ്. അതിന്റെ പോഷക നദികൾ നോക്കുക. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നുള്ള നദികൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏതാണ്? അപ്പൊ നോക്കുക, ഇന്ത്യയുടെ ബൗണ്ടറി നിങ്ങൾക്ക് അറിയാം. ഈ കാണുന്നതാണ് ഇന്ത്യയുടെ ബൗണ്ടറി. ഇതിന്റെ ഉള്ളിൽ പൂർണ്ണമായും ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന നദി ഏതാണ്? അത് നമ്മുടെ ഈ കാണുന്ന ബിയാസ് നദിയാണ്. ഓക്കെ, അപ്പൊ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നമ്മുടെ സിന്ധു നദിയുടെ പോഷക നദി ഏതാന്ന് വെച്ചാൽ ഏതാണ്? അത് ബിയാസ് ആണെന്ന് പഠിച്ചേക്കുക. അത് താഴെ പറയുന്ന ഏത് നദിയാണ് ഗംഗാ നദിയുമായി ചേരുന്നത്? അപ്പൊ ഗംഗയുടെ പോഷക നദി ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയാൽ ആക്ച്വലി താപ്തി, ദാമോദർ, സബർമതി, ബിയാസ് ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻ ഉള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഓപ്ഷനിൽ ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നദി ഏതാന്ന് വെച്ചാൽ അത് ദാമോദറാണ്. ആക്ച്വലി ഇത് ഗംഗാ നദിയുമായിട്ടല്ല ചേരുക, ഗംഗയുടെ കൈവഴിയായ, ഗംഗ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ കൈവഴിയായ ഹൂഗ്ലി നദിയുമായിട്ടാണ്. ഹൂഗ്ലി നദിയിലേക്ക് വന്ന് ചേരുന്ന ഒരു നദിയാണ് ഏത്? നമ്മുടെ ദാമോദർ നദി എന്ന് പറയും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടും നമുക്ക് ഓപ്ഷന്റെ അകത്ത് ഇത്തരം ഒരു ഓപ്ഷനാണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ആൻസർ തന്നെ കൊടുക്കാം, അതിന് കുഴപ്പമില്ല. അടുത്ത ഏത് നദിയുടെ പോഷക നദിയാണ് അളകനന്ദ? അളകനന്ദ, പിണ്ഡാറ്, ധൗളിഗംഗ ഇതൊക്കെ നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പഠിച്ചിരുന്നു? ഗംഗാ നദിയുമായി ബന്ധപ്പെട്ടാണെന്ന് പഠിച്ചിരുന്നു. ഓക്കെ, അടുത്ത സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത്. സിന്ധു നദിയുടെ പോഷക നദിയിൽ നമുക്കറിയാം ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ആണ്. അതല്ലാത്ത ഇവിടെ യമുനയാണ്. യമുന ഗംഗയുടെ പോഷക നദിയാണ് നമുക്കറിയാം. രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണെന്ന് പഠിച്ചു വെക്കുക. അത് യമുനയുടെ തീരത്താണ്. യമുനയുടെ തീരത്ത്.
ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗയും പോഷക നദിയായ യമുനയും സംഗമിക്കുന്നു. ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചെറിയ കൺഫ്യൂസിംഗ് ആയിട്ടൊക്കെ തോന്നും, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഏത്? ഗംഗ എന്ന് നമുക്കറിയാം. ഗംഗയുടെ പോഷക നദിയാണത് യമന. ഇവർ തമ്മിൽ സംഗമിക്കുന്നത് അലഹബാദിൽ വെച്ചിട്ടാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞു, അലഹബാദിൽ വെച്ചിട്ടാണ് ത്രിവേണി സംഗമം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ കൂട്ടത്തിൽ വരുന്ന മറ്റൊരു നദിയാണ് ഇത് സരസ്വതി നദി. മരുഭൂമിയിലൂടെ ഒഴുകുന്ന, അല്ല മരുഭൂമിയുടെ അടിയിലൂടെ കേട്ടോ, മരുഭൂമിയുടെ അടിയിലൂടെ, താർ മരുഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്നു വിശ്വസിക്കപ്പെടുന്ന ഒരു നദിയാണ് ഇത് നമ്മുടെ സരസ്വതി നദി. എന്നാൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് ഇത് അത് ലൂണി. മറ്റ് എന്താ പറയാ, സമുദ്രത്തിലൊന്നും പതിക്കാത്ത കരബന്ധിത നദിയാണെന്നും ലവണവാരിയാണെന്നും സോൾട്ട് റിവർ ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കാണാത്തവരെ അറിയാലോ അല്ലെ. അടുത്ത ഹൂഗ്ലി നദിയുടെ തീരത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം. ഹൂഗ്ലി നദിയുടെ തീരം എന്ന് പറയുന്ന നേരത്ത് ഇന്ത്യയുടെ മാപ്പിന്റെ റൈറ്റ് സൈഡിലാണ്, കൊൽക്കത്തയാണ് ഏരിയ. ആ ഭാഗത്ത് കൊൽക്കത്ത, ബംഗ്ലാദേശ് ഏരിയകളിലൊക്കെ നമുക്ക് വരുന്ന പ്രധാന വ്യവസായം എന്ന് പറഞ്ഞാൽ ചണം വ്യവസായമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഹൂഗ്ലി നദിയുടെ തീരത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്ന വ്യവസായം ചണം വ്യവസായമാണ്. ഇന്ത്യയുടെ ദേശീയ നദി എല്ലാവർക്കും അറിയാം ഗംഗയാണ്. ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാകുന്നത് 2008 2008 ഗംഗ ദേശീയ നദിയാകുന്നു. അതുപോലെ തന്നെ 2009 ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാകുന്നു. 2010 ആന പൈതൃക മൃഗമാകുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആന ഇന്ത്യയുടെ പൈതൃക മൃഗമാകുന്നു. അടുത്തത് ഗംഗാ നദിയുടെ തീരത്തുള്ള പുണ്യസ്ഥലം ഏത്? ഓപ്ഷൻ്റെ എന്തൊക്കെയുള്ള? ജബൽപൂർ ഉണ്ട്, ഹരിദ്വാർ ഉണ്ട്, ആഗ്രയുണ്ട്, രാമേശ്വരം ഉണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ്? ഹരിദ്വാർ ആണ്. ഇവിടെ ജബൽപൂർ എന്ന് പറയുന്നത് നർമ്മദയുടെ തീരത്താണ് കേട്ടോ. ജബൽപൂർ നർമ്മദയുടെ തീരത്താണെന്നുള്ളത് ചോദിച്ചേ. അടുത്തത് 5 നദികളുടെ നാടെന്നറിയപ്പെടുന്ന പഞ്ചാബാണ്. ആ വാക്കിൽ തന്നെ 5 എന്ന് വെച്ചാൽ പഞ്ച് അല്ലെ, 5 എന്നുള്ള വെച്ചിട്ട് പഞ്ചാബ്. ഓക്കെ, അടുത്തത് നാഷണൽ വാട്ടർവേ NW1 ദേശീയപാത ഏത് നദിയിലൂടെയാണ്? NW1 എന്ന് പറയുന്നത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ആദ്യം പഠിച്ചു വയ്ക്കുക. അത് അലഹബാദ് ടു ഹാൽഡിയാണ്. അലഹബാദ് ഹാൽഡിയാണ്. ഈ അലഹബാദ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഗംഗയുടെ തീരത്താണെന്ന് നമുക്കറിയാം. അലഹബാദിൽ നിന്ന് ഗംഗ ഒഴുകി വന്നിട്ട് അത് വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹൂഗ്ലി റിവറിലേക്ക് കിടക്കുന്നു. ആ ഹൂഗ്ലി റിവറിന്റെ ഒരു ഭാഗത്ത് ഒരു പോയിന്റിലാണ് ഇത് നമ്മുടെ ഹാൽഡിയ എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ സംഭവം ഏത് നദിയിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗയിലും ഹൂഗ്ലിയിലും കൂടാണെന്ന് പറയാം. ഇവിടെ ഓപ്ഷൻ്റെ അകത്ത് എന്തേ ഉള്ളൂ? ഗംഗയെന്നേ ഉള്ളൂ. സോ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് കൊടുക്കാം? ഗംഗയെന്ന് ആൻസർ കൊടുക്കാം. അടുത്ത ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയാണ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് ആസാമിന്റെ ദുഃഖം, ബ്രഹ്മപുത്ര. ദുഃഖങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ചർച്ച ചെയ്ത വീഡിയോ എനിക്കൊന്ന് ബുദ്ധി നദിയിലാണെന്ന് തോന്നുന്നു. നമ്മൾ ആൾറെഡി ടേബിളൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും അവിടെ ചർച്ച ചെയ്യുന്നില്ല. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ഏത്? ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ഏതെന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയാം. മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ചെമ്യുങ്തുങ് ഹിമാനിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ അകത്ത് രണ്ടും ഓപ്ഷൻസ് തമ്മിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായി സ്പെസിഫിക് ആയ ആൻസർ ഏതാണെന്ന് വെച്ചാൽ അത് ചെമ്യുങ്തുങ് ആണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയ സ്ഥലം ഏതാണ്? ചെമ്യുങ്തുങ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മാനസ സരോവർ ഒഴിവാക്കി എന്ത് കൊടുക്കാം? ചെമ്യുങ്തുങ് എന്നുള്ള കൊടുക്കാം. അടുത്ത സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ആരാണ്? ബ്രഹ്മപുത്രയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് കിഴക്കുള്ള ചെമ്യുങ്തുങ് ഹിമാനി നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്നാണ് അടുത്ത ചോദ്യം. ഏതാണ്? അത് നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണ്. നമ്മൾ ആൾറെഡി തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു ഏതാണ്? മാനസ സരോവറിനടുത്തുള്ള ചെമ്യുങ്തുങ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ചെമ്യുങ്തുങ് എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾക്ക് അതേ കാര്യം തന്നെ പറഞ്ഞിട്ട് അവർ ചോദിച്ചിരിക്കുന്ന ഏത് നദിയാണെന്ന്? ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണെന്ന് നമുക്ക് അറിയാം. അടുത്തത് ഇവിടെ ഈ ഓപ്ഷന്റെ അകത്ത് ഗംഗ നമുക്കറിയാം ഗോമുഖ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നാണ്. അതേസമയത്ത് സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് കൂടെ പഠിച്ചു വയ്ക്കുക. അതും ഈ പറയുന്ന മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബോഗാർച്ചു ഗ്ലേസിയർ ആണ് കേട്ടോ. ഏതാണ്? ബോഗാർച്ചു ഗ്ലേസിയർ. അതും കൂടെ ഒന്ന് ഓർത്തേക്കണേ. ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് ഏത് നദി? സിന്ധു നദി ഉത്ഭവിക്കുന്നത് കൂടി ഓർത്തു വെച്ചേക്കണം. ഏത് നദിയുടെ പോഷക നദിയാണ്? അളകനന്ദ ആയിക്കോട്ടെ, പിണ്ടാർ ആയിക്കോട്ടെ, ധൗളിഗംഗ ആയിക്കോട്ടെ, ഇതൊക്കെ ആരുടെയാണ്? ഗംഗാ നദിയുടെ പോഷക നദിയാണ്. നമ്മൾ പലവട്ടം പറഞ്ഞു. ഗംഗയുമായി ബന്ധമില്ലാത്ത ഏത്? മന്ദാകിനി, ഭഗീരഥി, അളകനന്ദ, സാങ്പോ. ഓക്കെ, ഈ ചോദ്യം നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ? സാങ്പോയാണ് കേട്ടോ. ആൻസർ സാങ്പോയാണ്. അടുത്ത ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ദിഹാങ് ആണ്. നമ്മൾ പറഞ്ഞതാണ്. കാശി എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദീ തീരത്താണ്? കാശിയും വാരണാസിയൊക്കെ എന്താണ്? ഗംഗാ തീരത്താണ്. കാശി നമ്മൾ ആൾറെഡി പറഞ്ഞു ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. വാരണാസി, പാട്ന, കാൺപൂര്, ഹരിദ്വാർ, ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഏത് നദിയുടെ തീരത്താണ്? ഗംഗാ നദിയുടെ തീരത്താണ് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത രാജസ്ഥാൻ മരുഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ ആരെ പറയണം? അത് സരസ്വതി നദിയാണ്. രാജസ്ഥാൻ മരുഭൂമിയുടെ അല്ലെങ്കിൽ താർ മരുഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറഞ്ഞൊരു ചോദ്യം കൊണ്ട് ആരെ കൊടുക്കുക? സരസ്വതി കൊടുക്കുക. എന്നാൽ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി ഏതാണ്? അത് ലൂണിയാണ്. ഓക്കെ, തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഒരു വലിയ നദിയിലേക്ക് ഒഴുകുന്ന ചെറിയ നദികൾ എന്ത് വിളിക്കുന്നു? ഒരു വലിയ നദിയിലേക്ക് ഒഴുകുന്ന
ചെറിയ നദികളെ എന്ത് വിളിക്കുന്ന ചോദിച്ചാൽ എന്താ വിളിക്കുക? അത് പോഷക നദികളാണ്. വലിയ നദികളിലേക്ക് ഒഴുകുന്ന ചെറിയ നദികളെ വിളിക്കുന്ന പേരാണെന്ത്? പോഷക നദികൾ. അപ്പൊ ഇതിന്റെ ആൻസർ പോഷക നദികൾ എന്നാണ്. ഈ പറയുന്ന ഈ സോക്കോൾഡ് ഈ വലിയ നദികൾ കടലിനോട് അടുക്കുന്ന സമയത്ത് അവർ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ ഗംഗാ നദി ഹൂഗ്ലി എന്നും പദ്മ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സ്പ്ലിറ്റ് ആകും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അതിനെ വിളിക്കുന്ന പേര് കൈവഴികൾ എന്നാണ് വിളിക്കുക. നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പെരിയാർ എന്ന് പറയുന്ന നദി നമ്മുടെ ആലുവയിൽ വെച്ചിട്ട് മംഗലം പുഴയെന്നും മാർത്താണ്ഡം പുഴയെന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ മംഗലം പുഴയും മാർത്താണ്ഡം പുഴയും എന്ന് പറയുന്നത് പെരിയാറിന്റെ കൈവഴികളാണ്. അതേസമയത്ത് പെരിയാറിന്റെ പോഷക നദികളാണ് ഏതൊക്കെ? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നൊക്കെ പറയുന്നതൊക്കെ പെരിയാറിന്റെ പോഷക നദികളാണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചേക്കണം. അടുത്ത ബംഗാൾ സോറോ ദാമോദറാണ്, പക്ഷെ ബീഹാർ സോറോ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ദാമോദറാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏത് നദി എന്നാണ് ചോദ്യം. ഇതിനാൻസർ നിങ്ങൾ കമന്റ് ചെയ്യും അല്ലെ. അവസാനം വരെ ആരൊക്കെ കണ്ടെന്നറിയാലോ. ഈ പറയുന്ന ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. നമ്മളന്ന് ദുഃഖങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞാണല്ലോ. സോ അത്ര മതി. 50 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേറെ ചോദ്യങ്ങളൊന്നും നമുക്കില്ല. സോ ഇന്നത്തെ വീഡിയോ ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമൊക്കെ അടുത്ത് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കി പോവുക. ഒപ്പം തന്നെ നിങ്ങൾ ആൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ളതും നിങ്ങളുടെ കയ്യിലുള്ള കുറെ ടോപ്പിക്കുകൾ കാണുമല്ലോ, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ടോപ്പിക്കുകൾ കാണുമല്ലോ, അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് അടുക്കി പെറുക്കി ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്തൊക്കെ വെച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പരീക്ഷ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കളിച്ചാലും നമ്മൾ ആൻസർ ചെയ്തിട്ട് വരത്തുള്ളൂ. അതാണ് ഒരു കുഴപ്പം. ഈ പറയുന്ന നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോ കണ്ടു, ഇതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ പരീക്ഷാ ഹാളിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടും അതിന് മാർക്ക് ചെയ്യും, ആൻസർ എഴുതുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാവപ്പെട്ട ഈ സാർ ഇവിടെ നിന്ന് ഇത്ര നേരം പറഞ്ഞല്ലേ, ഞാൻ ആ ക്ലാസ് കേട്ടതാണ്, അപ്പൊ എനിക്ക് അറിയാമായിരിക്കണം ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ മാർക്ക് ചെയ്യും. പക്ഷെ വ്യക്തമായ പഠനം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. കൃത്യമായി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒന്നുകൂടി ഉറപ്പിച്ച് വെക്കേണ്ട സമയമായിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തോ. അതിനോടൊപ്പം മതി മറ്റു കാര്യങ്ങൾ, പുതിയ അപ്ഡേഷൻസുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നിലവിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോണം. ഓപ്ഷൻ കണ്ട് ബേജാറാകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എക്സാം ഹാളിൽ പെരുമാറാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളോടാണ് ഈ കാര്യം പറയാനുള്ളത്. പുരുഷന്മാർക്ക് പിന്നെയും കുഴപ്പമില്ല, ആണുങ്ങൾ പിന്നെയും കുഴപ്പമില്ല, അവർ ധൈര്യമായിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു പക്വത കാണിച്ചങ്ങ് ചെയ്യും. പക്ഷെ സ്ത്രീകൾക്ക് എന്താണ്, നിങ്ങൾ പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ തന്നെ ഒരു വിറയനാണ്. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, കൂളായിട്ടിരിക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക. സിമ്പിളായിട്ട് നമുക്ക് അടുത്ത എക്സാമിന്റെ പ്രിലിംസ് പാസ്സായിട്ട് അടുത്ത എക്സാമിലേക്ക് നമുക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വേണ്ടി കാണുന്നവരെ